മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും ദൈവത്തിൻ്റെ വചനവുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുവാൻ കർത്താവ് നൽകിയ വലിയ അവസരത്തിനായി നമുക്ക് ദൈവത്തോട് സ്തോത്രം ചെയ്യാം. പ്രത്യേകിച്ച് എനിക്ക് പരിശുദ്ധാത്മാവ് നൽകിയ ഒരു ബോധ്യം എന്ന് പറയുന്നത്, ബൈബിൾ പറയുന്നു, നിങ്ങൾ വിശ്വാസത്തിൽ മടുത്തു പോകരുത്. നിങ്ങൾ വിശ്വാസത്തിൽ മടുത്തു പോകരുത്. പലപ്പോഴും ദൈവത്തിൻ്റെ വചനം മടുത്തു പോകരുത് എന്ന് പറയുമ്പോൾ തന്നെ നാം വിശ്വാസികളായിരിക്കുന്ന പലരും ദൈവിക വിശ്വാസത്തിൽ മടുത്തു പോകുന്നവരാണ്. അതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ മറുപടിയും അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് നാം കേട്ടിരിക്കുന്ന ദൈവികമായ വാഗ്ദത്തങ്ങളൊക്കെയും പലപ്പോഴും നാം വെച്ചിരിക്കുന്ന ഒരു സമയത്തിന് അതിരുവിട്ടു പോവുകയും അത് നീണ്ട വർഷങ്ങളായാലും കാലങ്ങളായാലും കടന്നു പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നാം പലപ്പോഴും വിശ്വാസത്തിൽ മടുത്തു പോകുന്നവരായി തീരുകയാണ്. അത് ദൈവവചനത്തിൽ നിന്ന് തന്നെ നമുക്കതിനെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കിയാൽ പലരുടെയും ഹൃദയത്തിനകത്ത് ആ ഒരു ചോദ്യങ്ങളൊക്കെ നമുക്കുണ്ടാകാം. പലപ്പോഴും എന്തുകൊണ്ടാണ് ഞാൻ വിശ്വാസത്തിൽ ഇങ്ങനെ മടുത്തു പോകുന്നത്? ഹൃദയം പലപ്പോഴും നമ്മുടെ മേൽ കഠിനമായി പോകുന്നതിൻ്റെ കാരണം എന്തെന്ന് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലൂടെ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്ക് വളരെ സുപരിചിതമായ ഒരു സാഹചര്യമാണ്. പള്ളിപ്രമാണിയായ യായിറോസ് തൻ്റെ മകൾ ദീനമായി കിടക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്ന് ആ പ്രാർത്ഥനാ വിഷയം അറിയിക്കുകയും താൻ ആ പ്രാർത്ഥനാ വിഷയം അത് കേൾക്കുകയും അതിനെ സ്വീകരിക്കുകയും യായിറോസിൻ്റെ ഭവനത്തിലേക്ക് വരുവാമെന്നുള്ളത് തന്നെ യായിറോസിനോട് പറയുകയും ചെയ്തു. എന്നാൽ ആ പ്രാർത്ഥനാ വിഷയം അറിയിച്ചത് ഉടനെ തന്നെ കർത്താവായ യേശു ക്രിസ്തു യായിറോസിൻ്റെ ഭവനത്തിലേക്ക് പോകുമ്പോൾ തൻ്റെ വീട്ടിൽ നിന്ന് ഒരു വ്യക്തി വന്ന് യായിറോസിനോട് പറയുന്നുണ്ട്, ഗുരുവിനെ നീ ഇനി അസഹ്യപ്പെടുത്തണ്ട, ഗുരുവിനെ വിട്ടേരെ. കാരണം നീ പ്രാർത്ഥിച്ച പ്രാർത്ഥന, നീ അപേക്ഷിച്ചത് അത് കഴിഞ്ഞുപോയി, അത് തീർന്നുപോയി, ഇനി വന്നിട്ട് കാര്യമില്ല. അപ്പോൾ വാസ്തവത്തിൽ യേശു കർത്താവിനോട് പ്രാർത്ഥിച്ചതിന് ശേഷം അല്ലെങ്കിൽ യേശു കർത്താവിനോട് ആ പ്രാർത്ഥനാ വിഷയം അറിയിച്ചതിന് ശേഷം സമയത്തിന് മുമ്പേ കർത്താവിന് അവിടെ എത്താൻ പറ്റിയില്ല. പോകുന്ന വഴിയിൽ രക്തസ്രാവക്കാരിയുടെ സൗഖ്യം, വിടുതൽ ഇതേപോലെ ആയതുകൊണ്ട് ആ മരിക്കുന്നതിന് മുമ്പ് യായിറോസ് വിവരം പറഞ്ഞതാണ്. എന്നാൽ ആ മറുപടിയുടെ മുമ്പിൽ കർത്താവ് പറയുന്നു, ആ വാക്ക് കാര്യമാക്കരുത്, ആ വാക്ക് കാര്യമാക്കരുത്, നീ ഭയപ്പെടേണ്ട, നീ വിശ്വസിക്കുക മാത്രം ചെയ്യും. പലപ്പോഴും ഇതേപോലെയാണ്. നമ്മൾ കർത്താവിനോട് മറുപടി പറഞ്ഞു, നമ്മൾ പ്രാർത്ഥിച്ചു, നമ്മൾ സംസാരിച്ചു, നമ്മുടെ വിഷയങ്ങൾ അറിയിച്ചു. കർത്താവ് അത് കേൾക്കുകയും അത് സ്വീകരിക്കുകയും അത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തതാണ്. എന്നാൽ ആ യായിറോസ് യേശു കർത്താവിനോട് ചേർന്ന് ആ വീട്ടിലേക്ക് പോകുന്ന വഴിയിലാണ് മറ്റൊരുവൻ വന്ന് യായിറോസിനോട് പറയുന്നത്, നീ ഇനി ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട. പലപ്പോഴും നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചതിന് ശേഷം ദൈവം അത് കേൾക്കുകയും ആ മറുപടിയുടെ അവസാനമായിട്ട് കർത്താവ് നമ്മുടെ കൂടെ നടക്കുന്നു വരുമ്പോൾ പലരും ഇതേപോലെ നമ്മളോട് പറയും, ഇനി ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട. ഹല്ലേലൂയ. പലരും എന്നതിലുപരി നമ്മുടെ മനസ്സ്, നമ്മുടെ ഹൃദയം പലപ്പോഴും നമ്മളോട് തന്നെ ആരോപിക്കും, ഇനി എന്തിനാണ് ഞാൻ വിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്നത്? എന്തിനാണ് ഞാൻ ഇനി പ്രാർത്ഥനയിലേക്ക് പോകുന്നത്? എന്തിനാണ് ഞാൻ ഇനി ദൈവത്തെ ആരാധിക്കുന്നത്? ഹല്ലേലൂയ. കാരണം ഞാൻ പ്രാർത്ഥിച്ച വിഷയങ്ങളൊക്കെയും സമയം കടന്നു പോകുന്നു, നീണ്ടുപോകുന്നു, കാലങ്ങൾ കഴിഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചതാ, പക്ഷേ അതിൻ്റെ മറുപടി എനിക്ക് ലഭിച്ചില്ല. സമയം കഴിഞ്ഞു പോയി. ഹല്ലേലൂയ. കാരണം പ്രാർത്ഥനയുടെ മറുപടി ലഭിക്കേണ്ട ഒരു സമയം എനിക്കറിയാമായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് തീർന്നുപോയി. ഇനി എന്തിനാ നടക്കുന്നത്? ഇനി എന്തിനാ ആ മറുപടി നടന്നിട്ട് എന്താ കാര്യം? ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന വ്യക്തികൾ, ഇതേപോലെ നിങ്ങളുടെ ഹൃദയത്തിനകത്തൊരു ചോദ്യമുണ്ടെങ്കിൽ നിങ്ങളോടാ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ വാക്തത്തോട് ചേർന്ന് നടക്കുമ്പോൾ യേശു കർത്താവുമായിട്ട് ഹല്ലേലൂയ ആ മറുപടിക്കായിട്ട് വരുമ്പോൾ പലരും വഴിമധ്യേ പലപ്പോഴും നമ്മുടെ മനസ്സ് തന്നെ നമ്മളോട് പറയും, ഇനി വേണ്ട.
ഹല്ലേലൂയ. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത് നമ്മളത് കേൾക്കുകയും ഹല്ലേലൂയ ആ വാക്കിനനുസരിച്ച് ഹല്ലേലൂയ നമ്മൾ ദൈവത്തിൽ നിന്ന് മാറി പോവുകയും ചെയ്യും. കാരണം എന്താണെന്നറിയാമോ? ഇനി എന്തിനാ നമ്മൾ പോകുന്നത്? ഇനി എന്തിനാ കർത്താവ് നമ്മുടെ കൂടെ വരുന്നത്? അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ നിന്ന് വന്ന ആ വ്യക്തിയുടെ വാക്ക് കേട്ടിട്ട് ഹല്ലേലൂയ നമ്മൾ ഒരിക്കലും പലപ്പോഴും നമ്മളത് ഡൈവേർട്ട് ചെയ്ത് പോകാൻ പറ്റും. ഹല്ലേലൂയ. നിങ്ങൾ മനസ്സിലാക്കണം, ഹല്ലേലൂയ, കർത്താവ് നമ്മളിൽ നിന്ന് മാറുന്നില്ല. ഹല്ലേലൂയ, നമ്മളാണ് കർത്താവിൽ നിന്ന് മാറിപ്പോകുന്നത്. ഹല്ലേലൂയ. അവിടെയാണ് ഹല്ലേലൂയ നിങ്ങൾ പ്രാർത്ഥിച്ച, ഹല്ലേലൂയ, നിങ്ങൾ അപേക്ഷിച്ച ഹല്ലേലൂയ പ്രാർത്ഥനയുടെ മറുപടികൾ ലാഗായി മാറുന്നത്. ഹല്ലേലൂയ. ദൈവവും നമ്മളും ഒരുമിച്ച് ആ മറുപടിക്ക് വേണ്ടി പോകുമ്പോൾ ഹല്ലേലൂയ പലപ്പോഴും യേശു കർത്താവ് കേട്ടതാ. യായിറോസിനോട് പറയുന്ന വാക്ക് ഹല്ലേലൂയ യായിറോസും കേട്ടതാണ്, യേശു കർത്താവും കേട്ടതാണ്. പക്ഷേ യേശു കർത്താവ് അവിടെ ഒന്നും മിണ്ടിയില്ല. ഹല്ലേലൂയ. കർത്താവ് ഒരു വാക്കും മിണ്ടിയില്ല. ഹല്ലേലൂയ. ഇനി എന്തിനാ ഞാൻ ഇനി വന്നിട്ട് കാര്യമെന്ന് യേശു കർത്താവ് ചോദിച്ചില്ല. ഹല്ലേലൂയ. പലപ്പോഴും ഇവിടെ സംഭവിച്ചതിന്റെ കാരണം, ആ വാക്തത്വം നിറവേറിയതിന്റെ കാരണം എന്താണെന്നറിയാമോ? ഹല്ലേലൂയ. ആ വാക്കുകൾ ഇടയിൽ നിന്ന് വന്നപ്പോഴും, ഹല്ലേലൂയ, പാതി വഴിയിൽ നിന്ന് മനസ്സ് പലപ്പോഴും തളർത്തിയപ്പോഴും ഹല്ലേലൂയ യായിറോസ് യേശുവിനോടൊപ്പം ചേർന്ന് നിന്നു, ഒരു വാക്കുപോലും മറുപടി പറയാതെ. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഹല്ലേലൂയ, പലപ്പോഴും ദൈവത്തോട് നിങ്ങൾ ഒരു വാക്ക് പറഞ്ഞിട്ട്, നിങ്ങളൊരു പ്രാർത്ഥനാ വിഷയം അറിയിച്ചിട്ട്, ഹല്ലേലൂയ, അത് നിങ്ങൾ ദൈവത്തോടാണ് സംസാരിച്ചതെങ്കിൽ ഹല്ലേലൂയ നിങ്ങൾ ആമേൻ പറഞ്ഞ് ദൈവത്തോട് നന്ദി പറയുക മാത്രം ചെയ്യുക. ആ വാക്തത്വം നിവർത്തീകരിക്കുന്നത് വരെ നിങ്ങൾ ദൈവത്തോട് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. കാരണം വേദപുസ്തകം പറയുന്നു, വാക്കു പറഞ്ഞവൻ ഹല്ലേലൂയ വിശ്വസ്തനാണ്, അവൻ ഒരിക്കലും വാക്ക് മാറുകയില്ല. ആമേൻ. ഹല്ലേലൂയ. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ ദൈവത്തോട് സംസാരിച്ചതിന് ശേഷം, പ്രാർത്ഥനാ വിഷയം അറിയിച്ചതിന് ശേഷം, ആ വാക്തത്വം നിവർത്തീകരിക്കുന്നതിന് മുമ്പ് പാതി വഴിയിൽ ഇതേപോലെ ദൈവത്തിൽ നിന്നും ഡൈവേർട്ട് ചെയ്ത് വിടാൻ, ഹല്ലേലൂയ, ആ വാക്തത്വത്തിലേക്ക് എന്ന് പറഞ്ഞാൽ ആ ഭവനത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ, ആ മറുപടി ലഭിക്കുന്നതിന് മുമ്പ് തന്നെ പാതി വഴിയിൽ വെച്ച് ഹല്ലേലൂയ ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റിക്കളയുവാൻ, ദൈവത്തിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് കളയാൻ പല വാക്കുകളും ഹല്ലേലൂയ പല ശബ്ദങ്ങളും നിങ്ങളുടെ മനസ്സിലായിക്കോട്ടെ, നിങ്ങളുടെ ഹൃദയത്തിലായിക്കോട്ടെ, ഹല്ലേലൂയ മാനുഷികമായിട്ട് വന്നതായിക്കോട്ടെ, ഹല്ലേലൂയ ഇതിനെയൊക്കെ നിങ്ങൾ ശാസിച്ചു തന്നെ വിടണമെന്നാണ് ഹല്ലേലൂയ എഫേസ്യ ലേഖനത്തിനകത്ത് അപ്പോസ്തലനായ പൗലോസ് വിളിച്ചു പറയുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ ആ ദൈവത്തോട് ചേർന്ന് നിന്നാൽ ഹല്ലേലൂയ ദൈവം നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കും. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിച്ച മറുപടിക്ക് നിങ്ങൾ സ്തോത്രം ചെയ്തുകൊണ്ട് മാത്രം നിൽക്കുക. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിച്ച സകല വിഷയത്തിന്റെ മറുപടി ഹല്ലേലൂയ നിങ്ങളും കാണും, നിങ്ങളുടെ ഭവനത്തിനകത്ത് കാണാനിരിക്കുന്നവരും കാണുമെന്നും ദൈവത്തിന്റെ വചനത്തിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വലിയ ഈ ഒരു ബോധ്യം നിങ്ങൾക്ക് നൽകിയതിനായി ഹല്ലേലൂയ ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. ഈ പ്രാർത്ഥനാ വിഷയങ്ങൾ ഹല്ലേലൂയ എന്ത് തന്നെയാണെങ്കിലും ഹല്ലേലൂയ ഈ ഒരു ബോധ്യത്തിൽ നിങ്ങൾ ആയിരുന്നാട്ടെ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളുടെ മേൽ വലിയ മറുപടികൾ ചെയ്യാൻ പോകുന്നു. ഹല്ലേലൂയ. ഈ വചനം നിങ്ങൾക്ക് വളരെ അനുഗ്രഹമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. സ്വർഗീയ പിതാവേ, പരിശുദ്ധനാം ദൈവമേ, ഇന്ന് പകൽ കേട്ട കർത്താവേ ഈ വചനം ഇവരുടെ ജീവിതത്തിനകത്ത് വളരെ അനുഗ്രഹമായി മാറട്ടെ. ഇവർ പ്രാർത്ഥിച്ച സകല വിഷയത്തിന്റെ മേലും വലിയ മറുപടിക്കായിട്ട് കർത്താവേ ഹല്ലേലൂയ ആയിരിക്കുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഈ പ്രാർത്ഥന വലിയ മറുപടിയായി മാറട്ടെ, വലിയ സാക്ഷ്യമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുക നന്ദി, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.